അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. പുതിയ പോസ്റ്റിൽ ഇറാനെതിരെ ഭീഷണിയുടെ സ്വരമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉയർത്തുന്നത്. US പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് പോകുന്നു. അവർ നാളെ പാകിസ്ഥാനിൽ എത്തും. കരാർ അംഗീകരിക്കില്ലെങ്കിൽ ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. US മുന്നോട്ട് വെക്കുന്ന കരാർ ഇറാൻ അംഗീകരിക്കാത്ത പക്ഷം രാജ്യത്തെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന പഴയ ഭീഷണി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുകയാണ്. നാളെ US സംഘം ഇസ്ലാമാബാദിൽ എത്തിച്ചേരും. രണ്ടാം ഘട്ട ചർച്ചകൾ പുനരാരംഭിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. പാകിസ്ഥാനിൽ ചർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ സുരക്ഷാ സന്നാഹമാണ് ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ വീണ്ടും ഇറാൻ പ്രതിനിധികൾ വന്നേക്കാം. ചർച്ച പുനരാരംഭിക്കാം. ഇരുപക്ഷവും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നത്. പ്രാഥമികമായ ചില ധാരണകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ, ഒരു കോമൺ ഗ്രൗണ്ട് രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദീകരണങ്ങളോ വിശദാംശങ്ങളോ ലഭ്യമായിട്ടില്ല. ഏതായാലും പോർവിളികളോടെ തന്നെയാണ് ഇരു കക്ഷികളും, രണ്ട് രാജ്യങ്ങളും ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ച പുനരാരംഭിക്കാൻ മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു ചർച്ചയുടെ പരിണിത ഫലം എന്താകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന സൂചന നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് പോകുന്നുവെന്ന് ട്രംപ് സ്ഥിരീകരിച്ചതോടെ രണ്ടാം ഘട്ട ചർച്ചയുടെ സാധ്യതകൾ വീണ്ടും ഉയരുകയാണ്.